മൈ ഡിയർ വ്യൂവേഴ്സ്, ട്രിപ്പിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണെന്നാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം 10 of cups, കിങ് ഓഫ് വൺസ്. ഫസ്റ്റ് തന്നെ കിങ് ഓഫ് വൺസ് ആണ്. ഫുൾ എനർജിയോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ജഗ്ലിംഗ് ആണ് രണ്ടാമത്തെ കാർഡ്. 2 ഓഫ് പെൻഡിക്കിളാണ്. രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ വളരെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രണ്ടാമത്തേത് കാണുന്നത്. ആ വ്യക്തി ഫുൾ എനർജിയോടുകൂടെ നിങ്ങളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എന്നാലും ആ വ്യക്തിക്ക് വേറൊരു സിറ്റുവേഷൻ ഉണ്ടോ, ഒന്നുകിൽ ആ വ്യക്തിയുടെ കരിയറും നിങ്ങളെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അച്ഛനും അമ്മയാവാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഫാമിലിയുള്ള വ്യക്തിയായിരിക്കാം. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ആ വ്യക്തി 2 സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ആ വ്യക്തി. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. എന്താ അത് രണ്ടും വിട്ടുകളയാൻ പറ്റാത്ത സംഭവമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. രണ്ടും വ്യക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. ഒന്ന് നിങ്ങളാണ്, ഒന്ന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം അതാണ് ആ വ്യക്തിയുടെ പ്രശ്നം. അപ്പം വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. അടുത്തത് 10 ഓഫ് പെൻഡിക്കിളാണ്. നല്ല ധനസമ്പത്ത്, സ്ഥിരത, നല്ല ധനെല്ലാം സമ്പാദിച്ച് വെച്ചൊരു നല്ലൊരു ധനികനായൊരു വ്യക്തിയാണ് കേട്ടോ. നല്ല സ്ഥിരതയുള്ള 10 ഓഫ് പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥിരതയുള്ളൊരു ലൈഫായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നല്ല കുടുംബ സമൃദ്ധിയോടുകൂടിയുള്ളൊരു ലൈഫായിരിക്കും ഈ വ്യക്തിയുടെ കൂടെ. എന്താ വെച്ചാൽ 10 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ആ വ്യക്തി അത്രക്കും നല്ല കുടുംബം, നല്ല ഒരു സമാധാനത്തോടു കൂടിയ സുസ്ഥിരമായൊരു കുടുംബം ആയിരിക്കും ആ വ്യക്തിയുടെ കൂടെ. എല്ലാം സമ്പാദിച്ച് വെച്ചൊരു വ്യക്തിയാണ്. ഒരു നല്ലൊരു ഫാമിലി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള നല്ല ഐഡിയ ഉള്ളൊരു വ്യക്തിയാണ്. അതാണ് ആ വ്യക്തിക്ക് എങ്ങനെ എൻ്റെ കുടുംബം മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാവിധ ഐഡിയയും ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി. അതാണ് 10 ഓഫ് പെൻഡിക്കിൾ പറയുന്നത്. ധനം സമ്പാദിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാ ഐഡിയയോടും കൂടിയാണ് ആ വ്യക്തി. അടുത്തത് ഹൈറോപ്പൻ്റാണ്. ഹൈറോപ്പൻ്റ് എന്ന് വെച്ചാൽ ആ വ്യക്തി ഒരു എല്ലാ മതപരമായ ഇതും ഫോളോ ചെയ്ത് എല്ലാം അതും കുടുംബത്തിൻ്റെ എല്ലാ ഇതും നോക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആർക്കും ആ വ്യക്തിൻ്റെ അടുക്ക എന്തെങ്കിലും അറിവിനായിട്ട് ഒന്നുകിൽ മാഷോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആവാം. ആ വ്യക്തി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അടുത്തത് 4 ഓഫ് വൺസ് ആണ്. തുടക്കത്തിലേ സക്സസ് ആണ്. എല്ലാം നേടിയ എന്തെങ്കിലും ഒന്നൊരു കാര്യത്തിനേക്ക് ഇറങ്ങി തിരിച്ചാലും ആ വ്യക്തി നല്ലൊരു സക്സസ്സിൽ എത്തിപ്പെടുന്നൊരു വ്യക്തിയാണ്. എല്ലാ കുടുംബഭാരം ഉണ്ട് ആ വ്യക്തിക്ക്. എന്നാലും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കുന്നൊരു വ്യക്തിയല്ല. എല്ലാം ഏറ്റെടുത്ത്
എല്ലാം എന്ത് പിന്നെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാലും അത് കണ്ടില്ലെന്ന് നടിക്കൂല, അത് ഏറ്റെടുത്ത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്ത് പ്രശ്നം കുടുംബത്തിലുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യും. ആ വ്യക്തിക്ക് അതിനൊന്നും ഒരു പേടിയില്ല. അടുത്തത് നൈറ്റ് ഓഫ് സോഡാണ്. സ്പീഡിൽ നിങ്ങളെടുക്കാം, ഒരു ഹാപ്പി ന്യൂസുമായിട്ട് ആ വ്യക്തി വരുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക്. സ്പീഡിലിതാ ഇതിനെപ്പുറത്ത് കണ്ണും കാതും നോക്കാതെ കണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡിൽ ആ വ്യക്തി ഒരു ഹാപ്പി ന്യൂസുമായിട്ട് ആ വ്യക്തി വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ഫോട്ടം കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഫസ്റ്റ്. ആ വ്യക്തിയുടെ ഫോക്കസ് നിങ്ങളാണ്. കിങ് ഓഫ് വാൺസ് വെച്ചാൽ ഫുൾ എനർജിയോട് കൂടി നിങ്ങളിലേക്ക് വരികയാണ്. അത്രയും സ്പീഡിൽ നല്ലൊരു ഹാപ്പി ന്യൂസുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബോട്ടം കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. ആ വ്യക്തിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എല്ലാം നേടി എല്ലാം സമ്പാദിച്ചിട്ട് നിങ്ങളുമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ത്രില്ലിൽ വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതാ നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ണും കാതും നോക്കാണ്ട് ഒന്നുകിൽ ഗൾഫിലോ അമേരിക്കൻ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലാ മറ്റായിരിക്കണം. എന്താ വെച്ചാൽ ഫുൾ സമ്പാദിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നത്. എല്ലാ സമ്പാദ്യവും എല്ലാ സുസ്ഥിരമായൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി അതിസ്പീഡിലാണ് വരുന്നത്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അങ്ങനെ നിങ്ങളോടുള്ള സ്നേഹം അടക്കി പിടിച്ച് വരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി നൈറ്റുള്ള ആ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് നിങ്ങളെ മാത്രമാണ്. ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ മാത്രമാണ്. ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ എന്നാ പറയണ്ടേ, എൻ്റെ ചങ്കിടിപ്പ് നീ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി വരുന്നത്. എൻ്റെ ജീവവായുവാണ് നീ എന്നാണ് പറയുന്നത്. അത്രയും സ്നേഹം എന്താ പറയണ്ടേ, നിങ്ങളെ ഒന്ന് വന്ന് ഒന്ന് ഹഗ് ചെയ്താൽ മതി എന്നുള്ള ഒരു എന്താ പറയുക, അത്രയും സ്നേഹത്തോടു കൂടി ആ വ്യക്തി വരികയാണ്. നിങ്ങൾക്ക് ഈ 10 ഓഫ് കപ്പ ഫുൾഫിൽമെൻറ്റ് നിങ്ങളുമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് ആരെയും കൺട്രോളിൽ നിർത്താനും എല്ലാം, അത് സ്നേഹത്തിൻ്റെ പേരിലായാലും ഒരു അനുസരിപ്പിക്കുന്നതിൻ്റെ പേരിലായാലും ആ വ്യക്തിക്ക് അതിനുള്ളൊരു പവറുണ്ട് കേട്ടോ. ആ വ്യക്തി എല്ലാം സമ്പാദിച്ച് നിങ്ങളിലേക്ക് 10 ഓഫ് കപ്പായ ലൈഫ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ സ്നേഹം തികച്ചും എങ്ങനെ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയുന്നില്ല. അത്രക്കും എനിക്ക് യൂണിവേഴ്സ് തന്നൊരു ഗിഫ്റ്റാണ് നീ എന്നാണ് പറയുന്നത്. എൻ്റെ ചങ്കിടിപ്പാണെന്ന് പറയുന്നത്. അത്രയും സ്നേഹത്തോടു കൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് എല്ലാ സ്നേഹവും തരാൻ വേണ്ടി വരുന്ന വരവാണ്. 10 ഓഫ് കപ്പാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അറിയാലോ അത്ര നല്ല പരിശുദ്ധമായൊരു പ്രണയമാണ് നിങ്ങൾ തമ്മിൽ. അത്രയും പ്രണയിച്ച് നിൽക്കുമ്പം ഗൾഫിലോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി കിട്ടി അങ്ങനെ പോയൊരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം ആ വ്യക്തിയുടെ എല്ലാവിധ സ്നേഹവും അടക്കി പിടിച്ചിട്ട് ആ വ്യക്തി അത്രയും സ്പീഡിൽ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തിയുടെ ചിന്തകൾ. ആ വ്യക്തിക്ക് അവരുടെ പാതിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അത്രയും എനിക്ക് യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ് എന്ന് പറയുന്നത്. എല്ലാം സ്നേഹവും അടക്കി പിടിച്ച് വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല എന്ന് ആ വ്യക്തി പറയുന്നുണ്ട് നിങ്ങളോട്. നീ ഒന്നുകൊണ്ടും എന്നെ ഡൗട്ട് ചെയ്യേണ്ട, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് കളയില്ല എന്ന്. അങ്ങനെ ഒരു വ്യക്തി പറയുന്നത് പിന്നെന്താണ്, അതല്ലേ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടതല്ലേ. ബാക്കിയെല്ലാം പിന്നെയാണ്. എൻ്റെ ജീവിതം നിൻ്റെ കൂടെ തന്നെ മരണം വരെ ഞാൻ ഉണ്ടാവും എന്ന് പറയുന്നതാണ്. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിയുടെ ജീവവായു നിങ്ങളാണെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളെ ഓടി വന്ന് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. അടുത്തത് ബോട്ടം 10 ഓഫ് കപ്പാണ്. 10 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ അടങ്ങിയിരിക്കുന്ന എല്ലാം അടങ്ങിയ സന്തോഷം, സമാധാനം എല്ലാം അടങ്ങിയ ഒരു ലൈഫ് നിങ്ങൾക്ക് തരാനാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് അത്രയും സേഫായിരിക്കും. എല്ലാ സന്തോഷവും നിങ്ങളെ കൂടെയാണ് ആ വ്യക്തിക്ക് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ. മക്കളും എല്ലാവരും ഒത്തിട്ടുള്ളൊരു നല്ലൊരു ലൈഫ് നിങ്ങളെ കൂടെ വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിച്ചിട്ട് വരുന്നത്. 2 കാർഡും കൂടി എടുത്ത് നോക്കട്ടെ. അതന്നെ മാരേജിൻ്റെ കാർഡാണ് കിട്ടിയത്. 6 ഓഫ് വാൺസ്. 6 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നൊരു സക്സസ്സാണ്. എല്ലാവരും അറിയപ്പെടുന്നൊരു വിവാഹമാണ് നിങ്ങളുടെ നടക്കാൻ പോകുന്നത് കേട്ടോ. അത്രയും അറിയപ്പെടുന്നൊരു സക്സസ്സായ ഒരു ലൈഫിലേക്കാണ് പോകുന്നത്. ആ വ്യക്തിയുടെ
ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഓടി വരുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാണ്ട് ഓടി വരിക, ഒരു കണ്ണും കാതും കാണാതെയുള്ള വരവാണ് ഇത്. ഇതിനേക്കാണ് വരുന്നത്. വോ ഇത് നിങ്ങൾ തമ്മിലുള്ള പിന്നെ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ലവേഴ്സാണ്. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തിട്ട് നിങ്ങളെങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ്. പിന്നെ പിന്നെന്താ പറയണ്ടേ? അപ്പോൾ പിന്നെ ആ വ്യക്തി അങ്ങനെയെല്ലാം പറയും. പിന്നെ എൻ്റെ പാതിയാണ് നീ എന്നാണ് പറയുന്നത്. എൻ്റെ പാതിയാണ് നീ, ഞാൻ എൻ്റെ ചങ്കിടിപ്പാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ പരിശുദ്ധമായ ഒരു പ്രണയമാണിത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കേട്ടോ കിട്ടിയിരിക്കുന്നത്. നോക്ക്, 10 ഓഫ് കപ്പുണ്ട്, ലവേഴ്സും കിട്ടി. പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? അത്ര പരിശുദ്ധമായൊരു പ്രണയമാണ് ഇത്. യൂണിവേഴ്സ് കണ്ടോ, നിങ്ങളെ സാക്ഷി നിർത്തിയിട്ടാണ് കല്യാണം കഴിച്ചു വിടുന്നത്. പിന്നെ എന്താ വേണ്ടേ? ആ വ്യക്തിയുടെ ചങ്കിടിപ്പാണെന്നാണ് പറയുന്നത്. എൻ്റെ ചങ്കിടിപ്പാണ്, എൻ്റെ ജീവവായുവാണ് നീ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല എന്നാണ് പറയുന്നത് ആ വ്യക്തി. അത്രയും വിശ്വസിക്കാം ഈ വ്യക്തിയെ കേട്ടോ. ആ വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ്, വേറെ ഒരു ലോകം ആ വ്യക്തിക്കില്ല. ആ വ്യക്തി എല്ലാ ഇതും സമ്പാദിച്ച് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള വരവാണ്. ആ വ്യക്തിക്ക് ആ സ്നേഹം അടക്കി പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വ്യക്തി അത്രയും നല്ല സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടി വരികയാണ്. ഇത് അത്ര നല്ലൊരു എനർജിയാണ് കേട്ടോ ഈ കിട്ടിയിരിക്കുന്ന കാർഡ് മൊത്തം. ലവ് മെസ്സേജും കൂടി എടുത്തോട്ടെ. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഇപ്പോൾ എനിക്ക് സുഖം പ്രാപിക്കാൻ സമയമായി. എനിക്ക് സുഖം പ്രാപിക്കാൻ സമയമായി. ഐ വിൽ വെയിറ്റ് ഫോർ എ സിങ് ഫ്രം യു. നിന്നോട് കുറച്ചുകൂടി നന്നായി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ. എൻ്റെ ഫീലിങ്സ് നിന്നോട് എങ്ങനെ പറയണം? എൻ്റെ ഫീലിങ്സ് എങ്ങനെ നിന്നോട് പറയണം? ജസ്റ്റ് ബിഗിൻ എയർ യു ഇൻ ഇൻടോക്സിക്കാലിറ്റി. നിൻ്റെ അടുത്തിരിക്കുക എന്നത് തന്നെ എനിക്ക് ഒരു ലഹരിയാണെന്ന്. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.